47 കുടുംബം ഞങ്ങൾ വന്നതിന്ന് കുറച്ച് വീരൻകുടിക്കാർ ഒരു 4-5 കുടുംബം തിരിച്ചു പോയി. അങ്ങനെ വന്നും പോയി കുറച്ച് ആൾക്കാർ നിപ്പുണ്ട്. അതായത് ഇപ്പൊ ഈ മഴ പെയ്ത കാരണം തേളും പാമ്പും ഭയങ്കര ശല്യമാണ്. ചെറിയ കുട്ടികൾ പാമ്പാട്ടിയല്ല ഇത്. അത്യാവശ്യം വലിയൊരു പാമ്പിനൊക്കെ പിടിക്കുകയോ കൊല്ലുകയല്ല, അതേ പിടിച്ചിട്ടുണ്ട് ഈ സാധനത്തിന്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ ദയനീയമായ രീതിയിൽ ജീവിക്കുന്ന സമൂഹങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഒരു സമൂഹം വന്ന് താമസിക്കുന്നുണ്ട്. അവരുടെ സ്ഥിതിയെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? രാഷ്ട്രീയ സംവിധാനങ്ങൾ, സ്പിരിച്വൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ധ്യാന ഗുരുക്കന്മാർ എന്നിങ്ങനെ ആരെങ്കിലും, സോഷ്യൽ വർക്കേഴ്സ്? ഇതെവിടെ സ്ഥലം എന്നറിയോ? നമ്മൾ വെള്ളിക്കുളങ്ങരയിലേക്ക് പോകുമ്പോൾ മാരാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുറേയേറെ ആദിവാസി കുടുംബങ്ങൾ വളരെ ദയനീയമായ സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു പ്രദേശം കാണാൻ സാധിക്കും. ദയനീയമായ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിദയനീയമായി മഴ തുടങ്ങി കഴിഞ്ഞപ്പോൾ. കാരണം അവിടെ ഈ ഷീറ്റ് വലിച്ചു കെട്ടി, പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിട്ടാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ താമസിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇതൊരു കാട് ഏരിയ ആണ്, ഫോറസ്റ്റിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്കറിയാം, നമ്മുടെ ടൈലിട്ട വീടുകളിൽ വരെ പാമ്പ് കടിച്ച് കുട്ടികൾ മരിക്കുന്നു. കൊടല്ലൊക്കെ ഉണ്ടായ സംഭവം. അപ്പോൾ ഈ കാട്ടിൽ വീട് വെച്ച് ഇതുപോലെ ഷീറ്റ് വലിച്ചു കെട്ടി താമസിക്കുന്ന 40ഓളം വീട്ടുകാരുടെ സ്ഥിതി എന്തായിരിക്കും? എങ്ങനെയാണ് അവരിവിടെ ഈ സ്ഥലത്തേക്ക് വന്നത്? അവർക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട ഭൂമിയാണിത്. അവരുടെ ഭൂമി വെള്ളപ്പൊക്കത്തിൽ മണ്ണിടിച്ചിൽ ഇടിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് സർക്കാർ കൊടുത്ത സ്ഥലത്താണ് അവർ വന്ന് താമസിക്കുന്നത്. പക്ഷെ അതിന്റെ നൂലാമാലകൾ, നിയമത്തിന്റെ നൂലാമാലകൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ പാവപ്പെട്ട കുടുംബങ്ങൾ ഇത് ഓരോ ദിവസവും അതിഭീതിയോട് കൂടിയിട്ടാണ് തീർക്കുന്നത്. അവിടെ ആയിരുന്നപ്പോൾ വന്യമൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതി, അതായത് പുലിയൊക്കെ വന്ന് കിടന്നുറങ്ങുന്ന കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിയാണെങ്കിൽ ഇവിടെ ഇഴജന്തുക്കൾ കടിക്കുമോ എന്ന് വിചാരിച്ചാണ് ഭീതിജനകരമായ സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ താമസിക്കുന്നത്. അവിടുത്തെ വിഷയങ്ങളിൽ നമ്മുടെ അവിടുത്തെ മെമ്പർ, പഴയ CPM ലോക്കൽ സെക്രട്ടറി ടോമി ചേട്ടൻ വളരെയധികം ഇടപെടുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വിഷയങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടോമിച്ചേട്ട ഒന്ന് ഇടപെടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇഴജന്തുക്കളുടെ ശല്യം കാരണം കൊണ്ട് അവിടെ ഈ വീട്ടുകാർ വല്ലാത്ത രീതിയിൽ ഭീതികരമായ സാഹചര്യത്തിലാണ്. 4 വീട്ടുകാർ ഇവിടെ നിന്ന് പോയി അവിടെ ഏതോ ഒരു ഞണ്ട് ചുട്ടാൻപാറ, അവിടെ ഒരു പാറ ഇടുക്കിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. എന്തൊരു സ്ഥിതിയാണിത്! കുറെ പേര് അവിടെ നിന്നും പോരാണ്ടിരിക്കുന്നുണ്ട്. ഈ ആദിവാസി ജനതയുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ബഡ്ജറ്റിലൂടെ ഇതിലൂടെ ഒരുപാട് ഫണ്ട് ഇവർക്ക് വേണ്ടി അലോട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് കിട്ടുന്നത്? ഇവർക്ക് എന്ത് കിട്ടുന്നു? ഇപ്പൊ ഇവർക്ക് അവകാശപ്പെട്ട സർക്കാർ കൊടുത്ത ആ ഭൂമിയിൽ പോലും കൃത്യമായി താമസിക്കാൻ പറ്റുന്ന രേഖകളോടുകൂടി സംഭവം ഇപ്പോഴും ആയിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി, അങ്ങയുടെ മന്ത്രിസഭ ഈ വിഷയത്തിൽ ഇടപെടണം. ഇത് വളരെ ദയനീയമായ സ്ഥിതിയാണ്. കാരണം ഇങ്ങനെയും കുടുംബങ്ങൾ ജീവിക്കുന്നു. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അതിദുഷ്കരമായ സ്ഥിതി. വന്യമൃഗങ്ങൾ നമ്മുടെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിയൊക്കെ. എന്തായാലും നമ്മളെപ്പോലെ തന്നെ താമസിക്കുന്ന മനുഷ്യരാണല്ലോ, ആ മനുഷ്യരുടെ സ്ഥിതിയാണിത്. ഈ കൊടും കാടിൽ വന്ന് ഈ ഷീറ്റ് വലിച്ചിട്ട് എത്ര നാളുകൾ അവരുടെ ഉപജീവനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മാരാങ്കോട് പ്രദേശങ്ങൾ, അവിടെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ അവർ കൂലിവേലയ്ക്ക് പോകുന്നുണ്ട്. അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. അവരോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഈ വീടുകളിലേക്ക് മരുന്നുകളോ മെഡിസിനോ മറ്റു കാര്യങ്ങളോ ഏതെങ്കിലും രോഗങ്ങളുണ്ടോ എന്നൊന്നും ചോദിക്കാനും പിടിക്കാനും ആരും തന്നെ വരുന്നില്ല. അത് ഏതോ ഒരു മനുഷ്യ സമൂഹത്തിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു വിഭാഗമാണെന്നുള്ള ചിന്താഗതിയിലൊക്കെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഞാൻ VD സതീശൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രി ഇപ്പോഴാണ് വന്നിട്ടുള്ളൂ. ഇത് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇവരോട് വന്ന് താമസം ആരംഭിച്ചപ്പോൾ ഇവർക്ക് സംരക്ഷണം കൊടുത്ത ആളുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ കോടശ്ശേരി പഞ്ചായത്ത് സംവിധാനങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് കോടശ്ശേരി പഞ്ചായത്തിന് കൃത്യമായിട്ട് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. റവന്യൂ ടീമിന് ഉത്തരവാദിത്തമുണ്ട്. കളക്ടർക്ക് ഉത്തരവാദിത്തമുണ്ട്. പൊതുസമൂഹത്തിന് തന്നെ വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ ഇതുപോലെ കൊച്ചുകുട്ടികൾ പാമ്പ് കടിച്ചു മരിക്കുക എന്നൊക്കെ പറഞ്ഞ സ്ഥിതിവിശേഷത്തിലേക്ക് അടുത്ത മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന സ്ഥിതിവിശേഷത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? കഥാവിശേഷം സിനിമയിൽ ദിലീപ് പറയുന്ന പോലെ ലജ്ജിക്കുന്നു ഈ സമൂഹത്തിന് മുന്നിൽ ജീവിക്കാൻ എന്ന് പറയുന്നത് പോലെയുള്ള സ്ഥിതിയിലേക്ക് പോകും. എന്തായാലും ഞാൻ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടുത്തെ പാർട്ടി സംവിധാനം, CPM പാർട്ടി സംവിധാനങ്ങൾ അവരവിടെ താമസിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ സംഗതികളൊക്കെ തന്നെ ചാലക്കുടി നിന്നായിരുന്നാലും അവിടെ പ്രദേശങ്ങളിൽ ഒക്കെ ആയിരുന്നാലും ഭക്ഷണ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്നതും ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. അവരവിടെ വന്ന് താമസിക്കുന്ന സമയത്തും അതിന്റെ ആദ്യത്തെ വാർത്ത ചെയ്ത് ഞാനാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ അവസ്ഥ കാണുമ്പോഴേ ഒരു വലിയ പാമ്പിനെ, വെള്ളിക്കട്ടന്റെ വലിയ പാമ്പിനെ പിടിച്ചിട്ടാണ് ഒരു ചേട്ടൻ നിൽക്കുന്നത്. ഞാനത് നിങ്ങളെ കാണിച്ചത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ആകെപ്പാട് കൂടി ഭീതികരമായിട്ട് സ്ഥിതിവിശേഷത്തിലാണ്. ഞങ്ങൾ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് ഇപ്പോഴും സമൂഹം കാണുന്നത്. ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടാനും സംസാരിക്കാനും ആരുമില്ല. എല്ലാ സംവിധാനങ്ങളോടും ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. മഴ പിടിക്കാൻ പോകുന്നു. ഇനിയുള്ള ഈ ശക്തമായ മഴയിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി ഇങ്ങനെയുള്ള കുടിലുകളിൽ എങ്ങനെ താമസിക്കാനാണ്? അപ്പൊ അതുകൊണ്ട് ഇവരുടെ പുനരധിവാസത്തെ പറ്റി, ഈ മഴക്കാലത്ത് അവർ എവിടെ താമസിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ താമസം എങ്ങനെയാണ് ഇപ്പൊ ഈ മാരാങ്കോടുള്ള താമസം? ഞങ്ങളിപ്പോ ഷെഡ് കെട്ടിയിട്ട് ചില ആൾക്കാര് തട്ടുകൾ അടിച്ചിട്ടുണ്ട്, ചിലവര് കട്ടില് മേടിച്ചിട്ട് അതിലാണ് താമസം. മഴ പെയ്ത് കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്നുണ്ട്. വളരെ ദുഷ്കരമാണ്. ഇതിപ്പോ പഞ്ചായത്തോ മറ്റ് കളക്ടറേറ്റോ തദ്ദേശ സംവിധാനങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടണ്ടോ? ഇല്ല, ഇതുവരെ ആരും ഇടപെട്ടിട്ടില്ല. നിങ്ങളിത് പറഞ്ഞിരുന്നോ ഈ ഇങ്ങനെ പാമ്പ് വരണ്ടെന്നുള്ള സംഭവം? അത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഞങ്ങൾ പിന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇങ്ങനെ എത്രയും പെട്ടെന്ന് കറണ്ട് ഇങ്ങനെ വീടിനുള്ളതൊന്ന് റെഡിയാക്കി തന്നോന്ന് പറഞ്ഞിട്ട്. കുട്ടികളുള്ള കുടുംബങ്ങളുണ്ടല്ലേ?
ആ കുട്ടികളുണ്ട്, കൈക്കുഞ്ഞുങ്ങൾ സഹിതം ഉള്ള കുടുംബങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇവിടുന്ന് പോയ 4 പേര് എന്തുകൊണ്ടാ അവിടുന്ന് പോയേ? 4 കുടുംബങ്ങള്. ഒന്നും കിട്ടാനില്ല, തൊഴിലുറപ്പ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാ പോയത്. ഇപ്പൊ ഇവിടെ ജോലിയില്ല. ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? ആ കൂലിപ്പണിക്ക് പോകുന്നുണ്ട് ഇപ്പൊ എല്ലാരും. അത് ശരി. വീരാങ്കുടിയിലേക്ക് പോയ 4 വീട്ടുകാര് അവരെവിടെ താമസിക്കണപ്പോ? അവിടെ ഞണ്ടിയുട്ടാൻ തോട് പാറയുണ്ട്, അതിന്റെ അവിടെ ആന പെട്ടെന്ന് കയറി ചെല്ലില്ല. അവിടെ ഒരു ഷീറ്റ് വലിച്ചേറ്റി ഒരു താമസിക്കുന്നു. അത് ശരി ശരി. വേറെ കുറെ കുടുംബക്കാർ അവിടെ താമസിക്കണില്ലേ? വേറെ ചില ആൾക്കാര് അന്ന് അത് പോരാണ്ടിരുന്ന കുടുംബങ്ങൾ അവിടെ ഉണ്ട്, അരേക്കാപ്പിലുണ്ട്. അരേക്കാപ്പിലുണ്ട്. അവിടെ ഇപ്പൊ ആന കയറി വീടുകൾ മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. കുട്ടികൾക്ക് അതുപോലെ തന്നെ മരുന്ന് അങ്ങനത്തെ സംഭവങ്ങൾ അതിനൊക്കെ നിങ്ങളുടെ അവിടെ വന്ന് അന്വേഷിക്കാൻ പിടിക്കാൻ ആരെങ്കിലും വരാറുണ്ടോ? ഒരാളും വരാറില്ല. ഒരാളും അവിടേക്ക് വരാറില്ല. ഇല്ല. ആദ്യം കുറച്ച് ടൈമിലൊക്കെ വന്നിരുന്നു, ഇപ്പൊ ഒരാളങ്ങനെ അന്വേഷിച്ച് വരാറില്ല.